ഇതേ സമയം അവളുടെ വയറിന് മീതെ ഒരു കൈ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. അവളുടെ മുന്നിൽ നിന്നും അലക്സി പതിയെ പിന്മറഞ്ഞു. വൈശാലി അയാളുടെ കൈകൾ തന്നിൽ നിന്നും വേർപെടുത്തി. ശേഷം അയാളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ പ്രതീക്ഷ തെറ്റിയില്ല. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആദി ഉണ്ടായിരുന്നു. വൈശാലി അവൻ്റെ കൈകൾ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവൾ മുന്നിലേക്ക് നോക്കി. ജോണും ജെനിഫറും ഒന്നും സംഭവിക്കാത്തതുപോലെ മുന്നിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അവൾ ആദിയെ നോക്കി കണ്ണുരുട്ടി. കാർ നിർത്തിക്കേ. ഹലോ മിസ്റ്റർ, നിങ്ങളോടാ, വൈശാലി ജോണിനോടായിട്ട് പറഞ്ഞു. എന്നാൽ അവൻ അതൊന്നും കേൾക്കാത്ത രീതിയിലിരുന്നു. ഡോ, നിർത്തടോ. അവൾ ആദിയെ നോക്കി. കാർ നിർത്തിക്കേ, എനിക്ക് പോണം. എവിടെ? അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എൻ്റെ വീട്ടിൽ. പോകാമല്ലോ, പക്ഷെ ഇനിയുള്ള 2 ദിവസം എനിക്ക് നിൻ്റെ സഹായം വേണം. എന്ത് സഹായം? എനിക്കൊരു സഹായവും ചെയ്യാനില്ല. വൈശാലി പ്ലീസ്, എനിക്കറിയാം നീ എന്നൊപ്പം വരുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അതെന്താണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. നീ വിഷമിക്കേണ്ട, ഇതൊക്കെ കഴിഞ്ഞു വന്നാൽ എൻ്റെയും ജെനിഫറിൻ്റെയും വിവാഹമാണ്. നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ആദിയുടെ വാക്കുകൾ വൈശാലിയുടെ ചെവിയിൽ ചാട്ടുളി പോലെ തറഞ്ഞു കയറി. അവൾ വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി. എന്നാൽ ആദി ഒന്നും നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. വൈശാലിയെപ്പോലെ ഇതൊക്കെ കേട്ട് അരിശം പൂണ്ട ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ജോൺ. അവൻ മെല്ലെ ജെനിഫറിനെ നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു ഇളം പുഞ്ചിരി ഉണ്ട്. അവന് ദേഷ്യം വരാൻ തുടങ്ങി. എങ്കിലും അത് നിയന്ത്രിച്ച് അവൻ ഡ്രൈവ് ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞതും അവർ 4 പേരും എത്തിയത് എയർപോർട്ടിലായിരുന്നു. ജോണും ജെനിഫറും ലഗേജുകളെല്ലാം എടുത്തുകൊണ്ട് എയർപോർട്ടിനുള്ളിലേക്ക് കയറി. അപ്പോഴും ഒന്നും അനങ്ങാൻ പോലും കഴിയാതെ വൈശാലി ആദിയുടെ വാക്കുകളുടെ പൊരുൾ തേടുകയായിരുന്നു. വൈശാലി വാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ 2 ദിവസം. നിനക്ക് ഉപയോഗമുള്ള കാര്യമാണ്. ദേവനാരായണ അയ്യർ. വൈശാലി അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. വരാം, എനിക്കവനെ വേണം, അവൾ പറഞ്ഞു. ആദ്യ മനസ്സിൽ വിരിഞ്ഞ സന്തോഷം മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഡൺ. വൈശാലി അവനെ മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് നടന്നു. എനിക്ക് നിന്നെ അറിയാം വൈശു. ഒരു നിമിഷം പോലും നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നിന്റെ മനസ്സിൽ സ്വയം തോന്നുന്ന ചിന്തകളാണ് ഭർത്താവിന് മുന്നിൽ മറ്റൊരുത്തവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന നിന്റെ മാനസികാവസ്ഥ. നിന്റെ ഉള്ളിൽ നീ എനിക്ക് ചേരില്ല എന്നൊരു തോന്നൽ കാണും. പക്ഷേ ഈ ആദി നിന്നെ മനസ്സുകൊണ്ടാണ് സ്നേഹിച്ചത്, നിന്റെ ശരീരമല്ല. നീ അതറിഞ്ഞിട്ടും നിന്റെ പല ചിന്തകൾ കൊണ്ട് മാറി നടക്കുന്നതല്ലേ. നിന്നെ നേർവഴിക്ക് നടത്താൻ എനിക്കറിയാം. അതിനാണ് ജെനി. ആദ്യ ചിരി അടക്കി അവളുടെ പിന്നാലെ നടന്നു. ജെനിഫർ മുന്നിലേക്ക് നടന്നതും ജോൺ അവളെ വിളിച്ചു. ജെന്നി, നീയും ബോസും തമ്മിൽ? യാ, ഞങ്ങൾ ഉടനെ വിവാഹം കഴിക്കാൻ പോകുന്നു. എന്താ ജോൺ? അവൻ്റെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു പൊന്തി. അവൻ്റെ മുഖം ചുവക്കുന്നത് ജെന്നി ശ്രദ്ധിച്ചു. പോകാം, അവൾ പറഞ്ഞു തീരും മുമ്പ് അവൻ അവിടെ നിന്നും മുന്നിലേക്ക് നടന്നു. ഇവൾക്കിതെന്തിൻ്റെ കേടാ? അയാൾക്കൊരു കെട്ടിയോളുണ്ടല്ലോ, പിന്നെ എന്നാത്തിന് ഇവളെ കെട്ടിയെടുക്കുന്നേ? അവൻ പല്ലിറുമി. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് 4 ആളും ഫ്ലൈറ്റിൽ കയറി. ആദിയും ജെനിഫറും ഒന്നിച്ചായിരുന്നു ഇരുന്നത്. ജോണും വൈശാലിയും അടുത്തടുത്ത സീറ്റുകളിലും. ഫ്ലൈറ്റ് ഉയരാൻ തുടങ്ങിയതും ജെനിഫർ ആദിയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. അത് കണ്ടതും വൈശാലി അവളെ നോക്കി ദഹിപ്പിച്ചു. ജോൺ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തേലും നടക്കുമെന്ന അവസ്ഥയിലായിരുന്നു. അവൻ്റെ ദേഷ്യം അവൻ തൻ്റെ കയ്യിലിരുന്ന ജ്യൂസ് കുപ്പി ഞെരിച്ചുകൊണ്ട് തീർത്തു. ബോസ്, ദേ വൈശാലിക്ക് ഇതൊന്നും തീരെ പിടിക്കുന്നില്ല. അത് വേണം ജെന്നി, ഇല്ലെങ്കിൽ ശരിയാകില്ല. അല്ല ജെനി, ജോൺ ഇപ്പോൾ ആ ബോട്ടിൽ ചമ്മന്തിയാക്കും. ജെനിഫർ ഒന്ന് തിരിഞ്ഞു നോക്കിയതും 2 ഇരുന്ന് എരിപിരി കൊള്ളുന്നുണ്ട്. പിന്നെ ജെനി, ഇനി ബോസ് വേണ്ട, ആദ്യം മതി, അല്ലെങ്കിൽ പ്രശ്നമാകും. ജെനി ചിരി കടിച്ചു പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവർ 2 പേരും ഇയർഫോൺ പരസ്പരം മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ആദ്യ ജെനിക്ക് ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് 2 പേരും ഇപ്പോൾ പൊട്ടു എന്ന അവസ്ഥയിലാണ്. ജോൺ, നിങ്ങൾ തമ്മിൽ റിലേഷനിലാണോ? വൈശാലി കൂടുതൽ മുഖവരയില്ലാതെ ചോദിച്ചു. ഏയ്, അങ്ങനൊന്നുമില്ല. അവൾ എൻ്റെ സീനിയറാണ് മേഡം. മേഡം വിളിയൊന്നും വേണ്ടടോ, എന്നെ വൈശാലി എന്ന് വിളിച്ചാൽ മതി. എന്തായാലും ചോദിക്കാനായി കഴിഞ്ഞില്ല. എവിടേക്കാണ് ഈ യാത്ര? മലേഷ്യ, അവൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. മലേഷ്യ? അവളുടെ കണ്ണുകളിൽ അത്ഭുതം നിറയുന്നത് ജോൺ കണ്ടു. ഫ്ലൈറ്റ് ലാൻഡ് ആയതും വേഗം തന്നെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. ജെനിഫറും ആദിയും പെട്ടെന്ന് തന്നെ ഒരു ടാക്സി വിളിച്ചു. അഭാങ് സായ മസ്സി പർഗിക തമ്പാത് പറങ്കനിനി. സഹോദര, ദേ ഈ റിസോർട്ടിലേക്ക് പോകണം, ആദ്യ കയ്യിലെ അഡ്രസ്സ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരോട് കയറാൻ പറഞ്ഞു. 4 ആളും കൂടി കാറിൽ കയറി റിസോർട്ടിലേക്ക് പോയി. നിമിഷങ്ങൾക്ക് ശേഷം അവർ മനോഹരമായൊരു റിസോർട്ടിൻ്റെ മുന്നിലെത്തി.
ദ ഡഠായ് ലങ്കവേ. പുറത്തെ ബോർഡ് നോക്കി വൈശാലി വായിച്ചു. ചുറ്റും മനോഹരമായ ഗാർഡനും അതിലെ മനോഹരമായ പൂക്കളിലേക്കും അവൾ കണ്ണുകൾ പായിച്ചു. ജോണും ആദിയും ജെന്നിയുടെയും വൈശാലിയുടെയും കൈകളിൽ ഓരോ ചാവി കൊടുത്തു. ദാ പോയി ഫ്രഷായിട്ട് വരണ്ടാളും. അധികം സമയമില്ല, അവൻ ഏറിയാൽ നാളെ മാത്രം, അത്ര ഈ ഹോട്ടലിൽ കാണൂ. വൈശാലി പെട്ടെന്ന് തന്നെ ചാവി മേടിച്ചു കൊണ്ടുപോയി. അവൾ റൂമിലേക്ക് കയറി മുഖം ഒന്ന് കഴുകിയിട്ട് വന്നു. തനിക്ക് മാറാൻ വസ്ത്രമില്ലെന്ന് അവൾ ഓർത്തു. പാസ്പോർട്ട് ഇച്ചാൻ നിർബന്ധിച്ച് തന്നതാ വരാൻ നേരം. അവൾ തലയിലെ ക്യാപ്പ് എടുത്ത് മാറ്റി. ശേഷം തലമുടി വിടർത്തിയിട്ടു. ആരോ ഡോറിൽ മുട്ടിയതും അവൾ അവിടേക്ക് ചെന്ന് നോക്കി. ആദി. കയ്യിലൊരു ബാഗുണ്ട്. ദാ തൻ്റെ ഡ്രസ്സാണ്, ഇന്നലെ അലക്സി കൊണ്ട് തന്നു. ഇച്ചാനെ അറിയാവോ? ഇല്ല, പക്ഷേ പരിചയപ്പെട്ടു. ആ പരിചയമാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. വാട്ട്? നിനക്ക് എന്നോടുള്ള ഇഷ്ടം മറ്റാരേക്കാളും നന്നായി അറിയുന്നത് അവൻ തന്നെയാണ്. ഇത്രയും കാലം നീ കഴിഞ്ഞത് അവന്മാരെ വകവരുത്താനാണെന്നും അവനറിയാം. സോ അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ അതിന് മറുപടി ഒന്നും നൽകാതെ അവൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി. വൈശാലി, വേഗം വന്നേക്കണം. അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി കയറി. ജെനിഫർ എന്തോ ആലോചനയിലായിരുന്നു. പെട്ടെന്ന് ആരോ തൻ്റെ അടുത്തുണ്ടെന്ന് തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കി. ജോൺ, താനെന്താ ഇവിടെ? അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവളുടെ തോളിൽ കൈവച്ച് അവൻ പിന്നിലേക്ക് തള്ളി ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവനിലെ മാറ്റം അവളിൽ നേരിയ തോതിൽ ഒരു ഭീതി പരത്തി. എന്താ ജോൺ, മാറി നിൽക്ക്. ഐ ലവ് യു. അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പറഞ്ഞു. ഒരു നിമിഷം ജെനിഫർ ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. നീ എന്നെ അല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ? അവൻ കൊച്ചു കുട്ടികളെ പോലെ അവളോട് പരാതി പറഞ്ഞു. നിനക്ക് ഞാനൊരു കളിപ്പാവ ആയോ ജെന്നി? അവനിലെ കണ്ണിലെ തിരയിളക്കം അവൾ ആത്മാവിൽ തൊട്ടെറിഞ്ഞു. അവളൊരു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അവനെ തൻ്റെ നെഞ്ചോട് ചേർത്തു. അതിന് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരിക്കലും വിവാഹം. ഞാൻ അങ്ങനെ പലതും പറയും. നീ അതൊക്കെ എന്തിനെ വിശ്വസിക്കാൻ നിൽക്കുന്നത്? നീ എന്നെ വിട്ടു പോകുകയാണെന്ന് അറിഞ്ഞ നിമിഷം ഓർക്കാൻ കൂടി വയ്യ. അവളെ പറഞ്ഞു മുഴുപ്പിക്കാൻ അനുവദിക്കാതെ ജോൺ ഇടയിൽ കയറി പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മെല്ലെ അവൻ്റെ മൂർധാവിൽ ചുണ്ടുകൾ ചേർത്തു. ലവ് യു ടു. അവൾ കണ്ണുകൾ ചിമ്മി പറഞ്ഞു. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. അവളുടെ ചുവന്ന അതിരങ്ങളിൽ തൻ്റെ ചുണ്ടുകൾ അവൻ ചേർത്തു. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞു. അവളുടെ ചൊടിയിലെ മാധുര്യം അവൻ നുണഞ്ഞു. ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞതും അവളുടെ നഖ അവനിൽ ക്ഷതമേൽപ്പിച്ചു. ചോരയുടെ രുചി നാവിലറിഞ്ഞതും അവൻ അവളിൽ നിന്നും അടർന്നു മാറി. ജോൺ തൻ്റെ കയ്യിൽ കിടന്ന റിങ് ഊരി ശേഷം അവളുടെ മുന്നിൽ മുട്ടുകുത്തി അവളുടെ നേർക്ക് റിങ് നീട്ടിപ്പിടിച്ചു. വിൽ യു മാരി മീ? അവൾ അവന് നേരെ തൻ്റെ വിരലുകൾ നീട്ടി. നേരത്തെ പുഞ്ചിരിയാലെ തലയാട്ടി. ആദ്യ താഴേക്ക് ഇറങ്ങി വന്നതും റാം പറഞ്ഞതനുസരിച്ച് ഒരു കാർ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. സമയം വൈകും തോറും ആദിക്ക് ദേഷ്യം വന്നു തുടങ്ങി. അവൻ ഫോൺ എടുത്ത് ജോണിനെ വിളിച്ചു. ജെനിയോടും വരാൻ പറയാൻ പറഞ്ഞു. വൈശാലിയെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. ആദി വേഗം അവളുടെ മുറിയിലേക്ക് ചെന്നു. ആദ്യം നോക്ക് ചെയ്തു. എന്നിട്ട് തുറക്കാത്തത് കൊണ്ട് അവൻ തുറന്നകത്തേക്ക് കയറി. വൈശാലി! ആദി ഉറക്കെ വിളിച്ചു. അവൾ അവൻ്റെ വിളിയിൽ ഞെട്ടിത്തിരിഞ്ഞു. നീ എന്താ വരാത്തത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സമയമില്ലെന്ന്. വൈശാലി ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. ആദ്യം അവൾക്ക് അരികിലേക്ക് നടന്നു. അവൾ അവനെ നോക്കി ദഹിപ്പിച്ചു. നിങ്ങൾ കെട്ടുന്നതൊക്കെ ഓക്കെ, പക്ഷെ കുറച്ച് മാന്യതയുള്ള പെണ്ണിനെ കെട്ടാമായിരുന്നു. ദേ നോക്കിക്കേ അവിടെ എന്താ നടക്കുന്നതെന്ന്. ആദ്യം അവിടേക്ക് നോക്കി. അപ്പോഴേക്കും ഗാർഡനിൽ നിന്നും ജെനിയും ജോണും പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്നു. അതിനിടയിൽ അവർ ഫോട്ടോസും മറ്റും എടുക്കുന്നുണ്ട്. സോ വാട്ട്? ആദ്യം വലിയ മൈൻഡ് ചെയ്യാതെ ചോദിച്ചു. അതിനെന്താണെന്നോ, അവർക്ക് പരസ്പരം ഇഷ്ടമാണ്. അതെനിക്ക് ജോണിൻ്റെ പ്രവൃത്തിയിൽ നിന്നും ആദ്യമേ മനസ്സിലായി. ഇപ്പോൾ നോക്കിക്കേ അവളും. വൈശാലി ദേഷ്യം അടക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, എനിക്ക് നിന്നോടുള്ളതുപോലെ. നിൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് വൈശു. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ പെണ്ണേ, ഞാൻ മറ്റൊരു പെണ്ണിൻ്റേതാകുന്നത് നിനക്ക് സഹിക്കാൻ കഴിയില്ല. നിനക്ക് തോന്നുന്നുണ്ടോ വൈശു ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കെട്ടുമെന്ന്? എങ്കിലെനിക്ക് ഇതിന് മുന്നേ ആകാമായിരുന്നു. നിൻ്റെ മനസ്സിലുള്ളത് എനിക്കറിയാം, പക്ഷെ നിൻ്റെ ശരീരത്തിന് പറ്റിയത് നിൻ്റെ മനസ്സിന് പറ്റിയിട്ടില്ല. പൊക്കിളിനും മുട്ടിനും ഇടയിൽ നഷ്ടപ്പെടാൻ എന്തോ ഉള്ളത് കൊണ്ട് നടക്കുന്ന ഒരു ഉപഭോഗ ജീവിയാണ് പെണ്ണ് എന്നുള്ള തേർഡ് റേറ്റ് കാഴ്ചപ്പാടുള്ളവനല്ല ഞാൻ. സംഭവിച്ചതൊക്കെ ഞാൻ കാരണം മാത്രം. നീ എന്ന് എൻ്റെ മനസ്സിലും ശരീരത്തിലും അലിഞ്ഞു ചേർന്നോ അന്ന് മുതൽ നീ എൻ്റെ മാത്രമാണ്. ഇനി ഏതൊക്കെ തെരുവുനായ കടിച്ചു പറിച്ചാലും ശരി. ആദ്യം അവളെ നോക്കി പറഞ്ഞു. വൈശാലി മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ ഏങ്ങലുകൾ അവനിൽ അലയടിച്ചു. കഴിയില്ല ആദ്യേട്ട എനിക്ക്.
എൻ്റെ ഏട്ടനില്ലാതെ ജീവിക്കാൻ. പക്ഷെ ഒരിക്കലും ഒരു ഭാരമാണ് ഞാനെന്ന് തോന്നൽ. അവൾ പറയും മുമ്പ് അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. വേണ്ടെന്ന് മെല്ലെ തലയാട്ടി. ഇന്നത്തോടെ എല്ലാം തീരണം വൈശാലി. നമ്മുടെ ജീവിതം തകർത്ത അവനെ വെറുതെ വിടരുത്. അവൾ അതിന് ബദലായി തലയാട്ടി. സമയം രാത്രി 10 മണി. മലേഷ്യയിലെ പേര് കേട്ട ബാറിലായിരുന്നു ദേവനാരായണ അയ്യർ. തൻ്റെ കയ്യിലെ പണം മുഴുവൻ അവിടെ കൊടുത്ത് കുടിച്ച് 4-ാം കാലിൽ അവൻ കാറിൽ കയറിയിരുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് തലയ്ക്ക് മുകളിൽ പ്രഹരമേൽപ്പിച്ചതും അവൻ മെല്ലെ ബോധം മറഞ്ഞു വീണു.